നമസ്കാരം. ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ ചാനൽ മുമ്പ് കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിനെ കുറിച്ച് പറയാം. ഇത് പുതിയ വീടുകൾ, പുതിയ കാറുകളൊക്കെ, പിന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന ഈ വീടിൻ്റെ യഥാർത്ഥ കോസ്റ്റ് എത്ര വന്നെന്നുള്ളത് വീഡിയോൻ്റെ അവസാനമേ പറയുള്ളൂ. അത് രഹസ്യമാക്കി വയ്ക്കുകയാണ്. നിങ്ങൾ ആദ്യം ഈ വീട് കാണാം. ഈ വീട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ എടമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഫോട്ടോഗ്രാഫി രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിട്ട മിസ്റ്റർ ഷഫീലാണ്. നമസ്കാരം ഷഫീൽ. അപ്പോൾ ഇദ്ദേഹം ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് സമയം ഈ വീടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രവാസിയായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീട് വന്ന് നോക്കുക, അതിൻ്റെ പണിയുടെ ഘട്ടങ്ങൾ നോക്കുക, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അവർ സാഹചര്യങ്ങൾ സമ്മതിക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ ജോലിയും ബഹുഭൂരിപക്ഷ സമയം ഈ വീട് പണിയുമായിട്ട് അങ്ങനെ ചിലവഴിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു കോസ്റ്റ് കട്ടിങ് സാധ്യമായത്. അപ്പോൾ ഞാൻ ആദ്യം ഈ വീട് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ ഉൾഭാഗത്തുള്ള പല സംഗതികളും. അപ്പോൾ അതൊക്കെ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും. നമ്മുടെ ഗേറ്റ് എന്താണ്? ഇത് സാധാരണ ജി ഐ സ്ക്വയർ ട്യൂബും പൈപ്പും ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്ത് കൊടുത്ത് നമുക്ക് വളരെ വിശ്വസ്തനായിട്ടുള്ള ആളെ കൊണ്ട് തന്നെ അത് പണിയിച്ചു. പിന്നെ സ്റ്റോണിലേക്ക് വരുമ്പോൾ പൊതുവെ ബാംഗ്ലൂർ സ്റ്റോണൊക്കെയാണ് കൂടുതൽ കാണാറുള്ളത്. ഇത് നോർമലായിട്ടുള്ള വേറൊരു സ്റ്റോൺ. അതെ ടൈലാണ്. ഇത് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അത് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബാംഗ്ലൂർ സ്റ്റോണും അതൊക്കെയാണ് അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുക. അപ്പോൾ മൊത്തത്തിൽ സാമ്പത്തിക ബഡ്ജറ്റ് ചുരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിലുണ്ട്. പക്ഷെ അത് എനിക്ക് സെന്ററിൽ കൂടെ ഗ്രാസ് കൊടുത്തത് അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലേ? ആർട്ടിഫിഷ്യൽ. ബാക്കി അവിടെ ഉള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീടിന്റെ 2 വശങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുല്ലും ചെറിയ മലകളൊക്കെ ആയിട്ടുള്ള രീതിയിൽ പുല്ലൊക്കെ ഭംഗിയായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പേൾ ഗ്രാസ് ആണ്. ഇത് പേൾ ഗ്രാസ് അല്ലേ? ഓക്കെ. ഇതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ മറ്റ് ഗ്രാസുകൾ വെക്കുന്നതിനെ അപേക്ഷിച്ചിട്ട് നമുക്കുള്ള മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഓക്കെ. ഇപ്പം നമ്മൾ തന്നെ ഗ്രാസ് നമ്മൾ ഗ്രാസ് ഇവിടെ വെച്ച് വളം ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇതിന്? നമ്മൾ ഇത് ഫസ്റ്റ് ചെയ്ത സമയത്ത് മാത്രമല്ല വളം ഇട്ടുള്ളൂ. ഓക്കെ. പിന്നെ അത് ഓൾറെഡി നമ്മൾ തന്നെ ചെയ്താണ്. വേറെ തൊഴിലാളികൾ ആരും ഇല്ല. ഏത് ഗ്രാസ് നട്ടതാരോ നിങ്ങൾ തന്നെ? മോനാണ്. ആകെ ഇതിൽ പണിക്ക് ഒരു പൊറോട്ടയും ബീഫ് മാത്രമേ ചിലവുള്ളൂ. അടിപൊളി. കാരണം വെച്ചാൽ ഇവരടക്കം ഞാനും പിന്നെ ഇവിടെ ഇളാപ്പാട മോനുണ്ട്. അവരും കൂടെ വന്നിട്ട് ലോഡ് ഇറക്കി ലെവല് ചെയ്ത് ബാക്കി ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ വിരിച്ചു. വേറെ ഇതില് തൊഴിലാളികളുടെ കൈകളൊന്നുമില്ല. അത് അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഈ കല്ല് ഇട്ടത് വരെ. കല്ലിട്ടത് നിങ്ങൾ തന്നെയാണ്? കല്ലിട്ടത് നമ്മൾ. ഈ കല്ലിട്ടത് മറ്റൊരു കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തത്. ഈ ഒരു സൈക്കിൾ ഇരിക്കണ്ടല്ലോ, എന്താ സംഭവം? സൈക്കിളിന്റെ ഒരു ചരിത്രമുണ്ട്. ഇത് എൻ്റെ മോള് ഇപ്പൊ ഏകദേശം അവൾക്കൊരു 9 വയസ്സായിട്ടുണ്ട്. അവൾ 5 വയസ്സിൽ ഏകദേശം ഒരു 30 നോമ്പ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ സന്തോഷത്തോടുകൂടിയിട്ട് അവൾക്ക് മേടിച്ചൊരു സൈക്കിളാണ്. പിന്നെ അവിടെ വലുതായപ്പോൾ സൈക്കിള് ചോട്ടാൻ പറ്റാണ്ടായി. അതൊരു വെറുകരയിലേക്ക് മാറ്റിയിട്ട സൈക്കിളാണ്. അതിനൊന്നും മനസ്സിലിങ്ങനെ സംഭവം തോന്നി, ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ സൈക്കിള് മനസ്സിൽ തോന്നിയ ആശയം ഈ രൂപത്തിലേക്ക് ആക്കി. അത്യാവശ്യം ഒരു സിറ്റിംഗ് ഏരിയ, പിന്നെ അതിൽ തന്നെ നമ്മൾ ചെടികളൊക്കെ നട്ട് അതിന്റെ സാധാരണ ഒരു ലേഡി ബേഡില് പൂക്കൂടെ വെച്ച് വരുന്ന നമ്മുടെ ഒരു സങ്കല്പം ഉണ്ട് സിനിമയിലൊക്കെ. ആ ഒരു സങ്കല്പത്തിലേക്ക് നാച്ചുറൽ ലേഡി ബേഡിന്റെ ഫ്രണ്ടിൽ പൂക്കൂടെ ബാക്കിൽ. എനിക്ക് ഈ സ്വപ്നക്കൂട് സിനിമയില് മീര ജാസ്മിൻ ഇതുപോലെ ഇങ്ങനെ സൈക്കിൾ ആയിട്ട് വരുന്നൊരു സീനുള്ളതായിട്ട് ഓർമ്മ. അതുപോലെ ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. നമ്മൾ മേടിച്ചത് ഞാൻ ഇങ്ങനെ ഒരു ഈ കല്ല് നിങ്ങൾ മേടിച്ചിട്ട് കുഴിച്ചിട്ടു. അതായത് ഇങ്ങനെ ഒരു ബെഞ്ച്, പാർക്കിലുള്ള ഒരു ബെഞ്ച് നമ്മുടെ സങ്കല്പത്തിലുണ്ടായിരുന്നു. അത് ഞാൻ ഏകദേശം ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 9,000 രൂപ 7,000 രൂപയ്ക്ക് ഉള്ളിലുള്ള റേറ്റ് പറഞ്ഞു. ഇതെനിക്ക് ആകെ ചിലവായിട്ടുള്ളത് ഏകദേശം 650 രൂപയാണ്. ഈ മൊത്തം സെറ്റപ്പ്. കാരണം വെച്ചാൽ ഞാൻ 2 കാല് കല്ല് മേടിച്ച്
അടിയിലുള്ളത്. ഇത് വേറെ കല്ല് മേടിച്ച്, ഓക്കെ. ഈ രണ്ടും മേടിച്ചിട്ട് ഞാൻ തന്നെ അതിൽ വെച്ച് ടൈൽ പേസ്റ്റ് വെച്ച് ഒട്ടിച്ച്. വേറെ അതിലും ഈ പറഞ്ഞ തൊഴിലാളികളൊന്നും ഇല്ല, നമ്മുടെ ടൈൽ വർക്ക് തന്നെ ആളിപ്പോൾ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആള് കണ്ടോ, ഇത് നോക്കിയാൽ ഇതാണ് 9,000 രൂപ ചെലവ് വരുന്ന കാര്യത്തെ 650 രൂപയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ വീടിന്റെ ഒരു കോസ്റ്റ് കട്ടിങ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർലോക്ക് ഉണ്ടല്ലോ, ഇന്റർലോക്ക് ഇപ്പൊ അതില് നമ്മള് മുഴുവൻ ഇന്റർലോക്ക് ഇടണമെങ്കിൽ നമുക്ക് വലിയൊരു എക്സ്പെൻസ് വരും. പക്ഷെ ഈ ഇതിന് പുല്ലിന് പറഞ്ഞാൽ ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭംഗി വന്നു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഏകദേശം ഇത് നമ്മൾ ഇന്റർലോക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഏകദേശം ഒരു 7 ഇരട്ടിയോളം കൂടുതൽ വരും. പുല്ലിന് പകരം ഇന്റർലോക്ക് ആക്കണമെങ്കിൽ ഇത് നാച്ചുറലായി എന്നുള്ളത് ഒന്ന്, രണ്ടാമത്തത് 7 ഇരട്ടിയോളം ഇതിന്റെ പൈസ കൂടുതൽ ഞാൻ കാൽക്കുലേറ്റ് വരുന്നുണ്ടായിരുന്നു. ഇത്രയും ഭംഗി നമുക്ക് തോന്നുന്നില്ല. കറക്റ്റ്. അത് ശരിയാണ്. ഈ ഭാഗത്ത് മാത്രം ടൈലുള്ളൂ, ഇപ്പുറത്ത് ഗ്രാസ് വന്നുകൊണ്ട് അതിന്റെ ഒരു ബ്യൂട്ടി വേറെ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വാങ്ങിയതാണോ? അതല്ല, ഇതൊക്കെ നമ്മുടെ പലരും നമ്മുടെ സുഹൃത്തുക്കളെ എന്നുള്ളതാണ്. ഇത് ആ ചെടി അങ്ങനെ ഇത് ചിലത് മാത്രം നമ്മൾ മേടിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ നഴ്സറി ഉള്ളവരുണ്ട്. നമ്മുടെ ഒരു ഗഫൂർക്ക് ഉണ്ട്, ആളെ കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി ആ മുല്ല ഓൾറെഡി അത് നമ്മൾ പറമ്പ് മേടിച്ച സമയത്ത് സൈഡിൽ വെച്ചിട്ട് താഴത്ത് കാട് പിടിച്ച് കിടന്നിരുന്നതാണ്. പിന്നെ ഞാൻ അതെടുത്തിട്ട് സ്റ്റീലാണി അടിച്ച് മതിലേക്ക് പതിച്ച് ചേർത്ത് ആലൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ മറ്റേ മഞ്ഞ കൊളാമ്പിപ്പൂ ഉണ്ട്. കൊളാമ്പിപ്പൂവും പാഷൻ ഫ്രൂട്ടും കൂടി അതാണ് ശരിക്കും കോട്ടിയാടിന്റെ റൂഫ്, ഒരു നാച്ചുറൽ റൂഫ്. ഗ്ലാസ് ഒന്നുമില്ല, അതൊരു കോട്ടിയാടാണ്. കോട്ടിയാടാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി അകത്തേക്ക് കയറിയ ശേഷം ആ ഉള്ളിൽ നിന്നുള്ള വ്യൂ നമുക്ക് അത് ഓൾറെഡി അതിന്റെ ഒരു നാച്ചുറൽ റൂഫ് ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. മേലെ നിന്നുള്ള വ്യൂ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് ഞാൻ ഓൾറെഡി നമ്മുടെ തറ കിട്ടിയപ്പോ തന്നെ അതിന്റെ സൈഡിൽ നമ്മള് എന്താ പറയാ, ഈ ചെടി നമ്മൾ വെച്ച് തുടങ്ങി. പാഷൻ ഫ്രൂട്ട് നമ്മൾ നട്ടു, സൈഡിൽ നട്ടു തുടങ്ങി. അപ്പൊ നമ്മുടെ ഒരു മനസ്സിലുണ്ടായിരുന്നു നമ്മളിത് പാർക്കലാകുമ്പോഴത്തേനും ഫുള്ള് കവർ ചെയ്ത് വരുന്നത് കറക്റ്റ് ആ സമയത്ത് തന്നെ. അപ്പോ അതായത് വളരെ മുന്നേ തന്നെ ഈ സാധനം തലയിലുണ്ട്. ഡിസൈൻ ഒക്കെ തലയിലുണ്ട്. സ്വന്തം ഡിസൈൻ, ഡിസൈനിങ്, സൂപ്പർവിഷൻ എല്ലാം. അപ്പോ അവകാശം കൊടുത്തിട്ടില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ വീടിന്റെ കംപ്ലീറ്റ് പ്ലാന്, ഡിസൈന്, സൂപ്പർവിഷൻ അടക്കം എല്ലാം ഇദ്ദേഹം തന്നെയാണ്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ തുടങ്ങുന്നേക്കാളും മുന്നേ നമുക്ക് ഞാനൊരു ഡ്രാഫ്റ്റ്സ്മാൻ കൂടിയായിരുന്നു. പിന്നെ ആ ഫീൽഡ് തൽക്കാലം വിട്ടതാണ്. ടച്ചിങ് എഴുതിയിരുന്നു. അപ്പോൾ പഴയ ആ ടച്ചിനൊന്ന് പൊടി തട്ടിയെടുത്തിട്ടാണ് വീട് പണിയിലേക്ക് ഉപയോഗിച്ചത്. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഇനി നമ്മൾ വരുമ്പോൾ ഇത് മറ്റേ ലപ്പോത്ര ഗ്രാനൈറ്റ് ആണോ? ഇതിന്റെ നമ്മുടെ ഈ ചവിട്ടും സൈഡും മാത്രം ലപ്പോത്ര ഗ്രാനൈറ്റ് കൊടുത്തു. ബാക്കി നമ്മുടെ സാധാ ടൈൽ. ഇത് സ്ലിപ്പ് ആവോ ശരിക്കും? ഇല്ല, സ്ലിപ്പ് ആവുന്നില്ല. ഇത് മണ്ണ് ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. മറ്റുള്ളവരെ കെട്ടി നിൽക്കാണ്ട് മണ്ണുള്ളിലേക്ക് പോകും. നമുക്ക് കുടയുമ്പോൾ അത് അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ മോളിൽ നിന്ന് കാല് വെക്കുമ്പോൾ ഇത് ഇതായിട്ടില്ല. അത് ഓൾറെഡി ലപ്പോത്രക്ക് ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ. ഓക്കെ. ടൈല് ഏതാണ്? മറ്റേ ഗ്ലോസി ആണ്? ഇത് ഗ്ലോസിയാണ്. ഗ്ലോസി ടൈലാണുള്ളത്. അതില് പലതും ഉപയോഗിച്ചിട്ടുണ്ട്. കജാരിയുണ്ട്, ജോൺസൺ ഉണ്ട്, നോർമല് വേറെ കമ്പനികളുടെ ഒരേ ടൈപ്പ് അല്ല, പല ടൈപ്പാണ്. കളറും മാറിയിട്ടുണ്ട്. കളർ മാറി. നമ്മുടെ ഫ്ലോർ മൊത്തം ഒറ്റ ഡിസൈൻ, അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് വന്നിട്ടില്ല. ഇത് ജിയിൽ ചെയ്താണ് നമ്മൾ തന്നെ ചെയ്യിച്ചാണ്? അല്ല, ഇത് മാത്രം, ഇത് ജയിലാണ്. പക്ഷെ ഇത് മാത്രമാണ് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചുള്ളത്. ബാക്കി ഏകദേശം ജയിലൊക്കെ നമ്മള് ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ പാർക്കലിന്റെ തലേദിവസം മേടിച്ചത്. ഇത് മേടിച്ചാണ്. ഇത് ചെയ്യണം എന്നുള്ളതായിരുന്നു. പലതും ജിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഇതും ചെയ്തെടുത്തതായിരുന്നു. ഇത് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. എന്തായാലും ബ്ലാക്കും വൈറ്റും കൂടി ഒരു കോമ്പിനേഷൻ നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. ഇത് സ്റ്റീലല്ലേ? അത് സ്റ്റീല് അല്ല, നമ്മുടെ മൊത്തം ഡോറ്, വിൻഡോന്റെ പാളികള്, മെയിൻ ഡോറ് എല്ലാം സ്റ്റീലാണ്. വുഡില്ല. ഓക്കെ. അപ്പൊ നമ്മൾ മറ്റേ ചെതലിനെ പേടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ ഒരു വുഡൻ പാറ്റേണിലുള്ള ടൈല് ഒട്ടിച്ചു അല്ലേ? അതെ, ഇതും അതിന്റെ മേലുള്ളതും. ഇതാണ് നമ്മുടെ ഷംസുദ്ദീൻ എന്ന് പറയാം. നമ്മുടെ വീടിന്റെ ഏറെക്കുറെ പണികളൊക്കെ മൂപ്പരാണ് ചെയ്തിട്ടുള്ളത്. ബെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. സംഗതി ഡിസൈനും പ്ലാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളാണെങ്കിലും നമുക്ക് ഞാൻ പറയാം ഐഡിയയും പിന്നെ എക്സ്പീരിയൻസും രണ്ടാണ്. അവർക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്. നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ റേഡിയോ ചോദിക്കും. എനിക്ക് നല്ലതാണെന്ന് തോന്നിയാലും ഞാനൊന്ന് ചോദിക്കും. അപ്പൊ അതിൽ എന്തെങ്കിലും മണ്ടത്തരം ഞാൻ അറിയാണ്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പറയും. അതിന് വേണ്ടിയിട്ട് കൂടെ എല്ലാ വിഷയത്തിലും ഏറെക്കുറെ പണികളൊക്കെ നമ്മുടെ എന്താ പറയാ, ബേസ്മെന്റ് മുതൽ പല പണികളിലും മൂപ്പരെ തൊഴിലാളികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കിനി അകത്തേക്ക് കടക്കാം. സ്റ്റീലാണ് ഡോർ? സ്റ്റീൽ ഡോറാണ്. കമ്പനി പെട്ര. പെട്ര. അതെ.
ഏകദേശം എന്ത് വില വന്നിട്ടുണ്ടോ? ഇത് ഏകദേശം ഈ ഒരു ഡോറ് 120 സെന്റ് ഉള്ളതാണ്. ഇതേപോലെ തന്നെ ഒരെണ്ണം 90 സെന്റ് മേലുണ്ട്. രണ്ടും കൂടെ നമുക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 63.5 അപ്പോൾ വില നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ നേരെ വരുന്നത് ലിവിംഗ് മദർ ആൻഡ് ഡോട്ടർ കൺസേൺ. ഓ അത് മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. ഒരു സോഫ ഉണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് ആണോ അതോ റെഡിമെയ്ഡ്? കസ്റ്റമൈസ്ഡ് ആണ്, ഉണ്ടാക്കിച്ചാണ്. അപ്പോൾ ഈ ഇതിന്റെ ക്ലോത്തിന്റെ ഒക്കെ കളറെല്ലാം പറഞ്ഞു കൊടുത്തു അല്ല? ഓക്കെ. പിന്നെ ഇതെന്താ സംഭവം? ഇത് വാൾപേപ്പറാണ്. വാൾപേപ്പർ ഒട്ടിച്ചത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പാർട്ടീഷൻ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശാസ്ത്രത്തിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, വായുസഞ്ചാരം. ഈ ഡോർ മുതൽ ഏകദേശം ജനല്, ബാത്റൂം, മറ്റേ കിച്ചന്റെ ഓപ്പണിംഗ് വരെ, ജനൽ വരെയുള്ള ഒരു ഓപ്പണിംഗ്. ആ ഒരു വാസ്തു എന്ന് പറയുന്ന സംഭവം, വാസ്തുവിന്റെ അതിന്റെ ഒരു മനോഹാരിത കൊണ്ട് ആക്കിയതാണ്. തൽക്കാലം ഒരു ഓപ്പണിംഗ് അല്ലാതെ നേരെ ഒരു വായുസഞ്ചാരത്തിന് വേണ്ടിട്ട് അല്ല. അത് എന്ത് മെറ്റീരിയലാണ്? വുഡാണോ അത്? ഇത് വുഡല്ല, ഇത് ഫാബ്രിക്കേഷൻ, അലുമിനിയം ഫാബ്രിക്കേറ്റർ ചെയ്തിട്ടുള്ള മെറ്റീരിയലുകളാണ്. ഇതിൽ മൾട്ടിവുഡ് ഉണ്ട്, PVC ഷീറ്റുകൾ. പിന്നെ നമുക്ക് ലൈറ്റ് ഉണ്ട്. ഇത് നേരെ റൂഫില് ലൈറ്റ്. റൂഫിൽ ലൈറ്റ് ഓൾറെഡി കോൺക്രീറ്റിംഗ്. ജിപ്സം ഇല്ല, ഓൾറെഡി കോൺക്രീറ്റിംഗിൽ തന്നെ നമ്മള് ഓൾറെഡി ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഭിത്തിയുടെ ഒരു പ്രത്യേകത ഒന്ന് പറയും. ഇതില് സിമെന്റ് ഇല്ല അല്ലെ? സിമെന്റ് തൊട്ടിട്ടില്ല. സിമെന്റ് ആകെ നമുക്ക് സിമെന്റ് ഉപയോഗിച്ചത് പ്ലാസ്റ്ററിംഗിലാണ്. പ്ലാസ്റ്ററിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പ്ലാസ്റ്ററിംഗ് സിമെന്റ് അല്ല, നമ്മുടെ സൺഷെയ്ഡിന്റെ മേലെയുള്ള ഏകദേശം ഒരു 3 അടി. അത് മാത്രം. പിന്നെ ബാത്റൂം, അതിലും വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള അങ്ങനെ നിൽക്കുന്ന ഭാഗമുണ്ട്. അതിലും ബാത്റൂമിലും മാത്രമാണ് പ്ലാസ്റ്ററിംഗ് നടന്നിട്ടുള്ളത്. ബാക്കി ഫുള്ള് ഒരു 4 കോഴ്സ് പുട്ടിയാണ്. അതില് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഫുള്ള് കൂളാണ്. ചൂട് വളരെ ഉള്ളില് ഇന്റർലോക്കാണ്. ഇന്റർലോക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഒരു ഇതിന്റെ സിമെന്റിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇനി വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ജിയോ ബ്രിക്ക് എന്ന് പറയുന്ന അങ്കമാലിയുള്ള ഒരു നമ്മുടെ ടീമാണ്, അമൽ, അവരാണ് ബ്രിക്ക്. ആ ബ്രിക്ക് അത് അവർ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ചിലര് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ നമ്മുടെ ടൈൽ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഏറ്റവും കുറഞ്ഞ പേസ്റ്റ് ആയാലും മതി. ആ ടൈൽ പേസ്റ്റ് ജസ്റ്റ് ലൂസ് ആക്കിയിട്ട് 4 വരിയില് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് സെറ്റ് ആവും. അത് മാത്രമാണ് ഇതിന്റെ ഇത് വന്നിട്ടുള്ളത്. പക്ഷെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പക്ക സ്ട്രോങ് ആണ്. അപ്പൊ നമ്മൾ പ്ലാസ്റ്ററിംഗിന് പകരം ഒരു 4 കോഴ്സ് പുട്ടിയുണ്ട്. അതിൽ ഫസ്റ്റ് ഒരു ബേസ് പുട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വേറൊരു പുട്ടിയാണ്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല എന്താ പറയുക, നമുക്ക് മാർബിൾ ഒക്കെ തൊടുന്ന ഒരു കരമ്പ് അങ്ങനത്തെ തോന്നുന്നൊരു കോട്ടിംഗ് ആണ് അതില്ല. അത് ഏകദേശം ഒരു 2 കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഫൈൻ പുട്ടി എടുത്തത്. അപ്പൊ ഒരു 4 കോട്ട് പുട്ടിയിലാണ് ഈ ഒരു ഇതിൽ. പക്ഷെ ഒരിക്കൽ പോലും ഇത് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് കേട്ടപ്പോഴേ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഓൾറെഡി മഴ ഉള്ളത് കൊണ്ട് അത് മനസ്സിലാവുന്നത്. നല്ല ചൂടുള്ള സമയത്തും ചൂട് നമുക്ക് ഉള്ളിൽ കയറിയാൽ നമുക്കൊരു കൂൾ ഫീൽ ചെയ്യും. നല്ല ചൂട് കാലത്തും കൂളാണ്. ഇദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കട്ടയുടെ ഈ ഇന്റർലോക്കിംഗ് കട്ടയുടെ ഗ്യാപ്പിലൊക്കെ എയർ നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചൂട് ഹിറ്റ് സിമെന്റിന്റെ ചൂട് തീരെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ. ഇത് വളരെ ഏത് ചൂട് കാലത്തും നമുക്ക് അകത്ത് കൂൾ എഫക്റ്റ് തരുന്നൊരു സംഗതിയാണ്. പിന്നെ ഇവിടെ നമ്മളൊരു കോട്ടയാട് അല്ലേ, സ്റ്റീൽ വിൻഡോ ഉണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കോട്ടയാടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് റേഷൻ ബൂട്ടിന്റെ തണലാണ് അല്ലേ? ഒരു നാച്ചുറൽ റൂഫാണ്. വേറെ ഗ്ലാസ് എന്താ പറയാ, പാഷൻ ഫ്രൂട്ട്. നമ്മുടെ നല്ല റേഷൻ ഫ്രൂട്ട് എന്തൊക്കെ പറഞ്ഞിട്ട്. ഇത് മഴ പെയ്താൽ വെള്ളം വീഴും. മഴ പെയ്ത് കഴിഞ്ഞാല് പുറത്ത് നല്ല മഴ പെയ്താലും ഇതിലൊരു ഏകദേശം ഒരു ചാറ്റൽ മഴയുടെ ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പൊ വേണമെങ്കിൽ ചെറുതായിട്ട് നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് നല്ല തണലത്തിരിക്കാം. വൈകുന്നേരങ്ങളിൽ ഇതും അതുപോലെ തന്നെ ലോ കോസ്റ്റ് നേരത്തെ 90,650 പോയിട്ടുള്ള അതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത്യാവശ്യം ഒരു മീറ്റിംഗ് കൂടാം, ഫാമിലി മീറ്റ് അങ്ങനെയുള്ള പറഞ്ഞിരിക്കാം. താഴെ ഇത് നമ്മള് ബേബി മെറ്റൽ ഇട്ട് അല്ലെ, ബാക്കി നാച്ചുറൽ ഇടുന്നാണ് കരുതിയിരുന്നത്. പക്ഷെ നാച്ചുറലി നമുക്ക് വെയില് ഉണ്ടെങ്കിൽ മാത്രമേ പുല്ല് ശരിക്കും പിടിക്കുള്ളൂ. അതുകൊണ്ട് തൽക്കാലം മാറ്റി നമ്മള് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തു. ഇതൊക്കെ ഓൾറെഡി നമ്മൾ തറ കിട്ടുമ്പോൾ തന്നെ പാഷൻ ഫ്രൂട്ട് ഒക്കെ നട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിൽ ലക്ഷ്യം ഉണ്ടായിരുന്നു വെച്ചാല് പാർക്കിലാകുമ്പോഴത്തേന് അത് ഫുള്ള് ഫില്ലാണെന്നായിരുന്നു. അത് ഓൾറെഡി നടന്നു.
അപ്പോൾ ഇതാണ് നമുക്കൊരു അവിടെ ഒരു ലിവിങ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിനോട് ചേർന്നിട്ട് തന്നെ വേണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു മറ്റൊരു രീതിയിലേക്ക് ഇത് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അകത്ത് സോഫയിലിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടിരുന്നിട്ടായാലും ഇഷ്ടംപോലെ ഒരു മറ്റൊരു പ്രത്യേകത വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് റൂമിന് നല്ലൊരു വിശാലത തോന്നുള്ളതാണ്. ഇവിടുന്ന് ഏറ്റവും മുതൽ ഏറ്റവും വരെ ലിവിംഗ് റൂമിന്റെ ഒരു ഫീല് തോന്നിക്കില്ല. ഇത് നമ്മുടെ ഒരു പ്രയർ റൂമിലേക്ക് വന്നിട്ട് ഒലുവിന്റെ കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ലിവിംഗ് റൂമിൽ നിന്ന് ചെല്ലുന്ന ഒരു പാസേജ് അല്ലേ, ഒരു പാസേജും പിന്നെ എന്താണ് ഒരു കോണിമുറി എന്നൊക്കെ പറയാവുന്ന ലിവിംഗ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഫാമിലി ലിവിംഗ്. അതാണ് ഇവിടെ കുഷനൊക്കെ ഇട്ട് ഇതിൽ ഓൾറെഡി നമുക്കൊരു സ്റ്റോർ സ്പേസ് ഉണ്ട്. ഓ, ഇത്രേ ഉള്ളൂ. ഓക്കെ, നൈസ്. സ്റ്റോറേജ് സ്പേസും ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടിയാണ്. ഇരിക്കാം. അത് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെയറും കൂടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് ഉപയോഗപ്പെടും. സാധാരണ നോർമൽ സ്റ്റെയറിന് മാത്രമായിരിക്കും. ഇതിങ്ങനെ ഒരു സംവിധാനം ആയതുകൊണ്ട് നമുക്കൊരു ഇരിക്കാനുള്ള സ്പേസ് കൂടെ നമ്മുടെ സ്ത്രീകൾ ഫാമിലി ലിവിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ഇരിപ്പിരിക്കാൻ ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ എങ്ങും കാണാത്ത തരത്തിലുള്ളൊരു മീറ്റർ ഇലക്ട്രിക്കലിന്റെ എന്താ സംഭവം ഇതെന്ന് സംബന്ധിച്ചാലേ, ഈ ഡിജിറ്റൽ മീറ്ററിൽ ഓൾറെഡി നമ്മുടെ നിലവിലുള്ള ഉപഭോഗം നടക്കുന്നത് ഓൾറെഡി ഇതിൽ മേലെ കാണിക്കുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഏകദേശം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫാനുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിലവിലുള്ള ഉപയോഗമാണ് കാണിക്കുന്നത്. അതിന്റെ താഴെയുള്ളത് ഞാനൊരു ഏകദേശം 2-3-4 ദിവസം മുമ്പ് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ റീസെറ്റ് ചെയ്യുമ്പോൾ 0. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് അതേ സമയത്ത് നോക്കി കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഒരു ദിവസം നമ്മളെ എത്ര ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മാസാവസാനം നമുക്ക് കൺട്രോൾ ചെയ്യാം, മെയിനായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ അതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിലിപ്പോ ഏകദേശം ഒന്ന് നോക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര ഉപയോഗിക്കുന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം നോക്കാം, ഒരു ദിവസം നോക്കാം. അതേപോലെ നമുക്ക് അപ്പൊ ഇത് നമ്മളെ വീട് പണിയുമ്പോൾ തന്നെ ഇതിന്റെ സർക്യൂട്ട് എല്ലാം ആദ്യം പ്ലാൻ ചെയ്യണം, സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഷാജഹാൻ എന്ന് പറയുന്നത് അല്ല നമ്മുടെ സുഹൃത്തുക്കളാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ സമ്മേളനം മൊത്തം നമ്മുടെ വീട് അവർക്കൊക്കെ വിട്ടുകൊടുത്തായിരുന്നു. നമ്മൾ അവരുടെ ഐഡിയക്ക് വിട്ടുകൊടുത്തു. വീട്ടിലും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. സോളാർ വന്നു കഴിഞ്ഞാലാണ് ഇതിന്റെ കൂടുതൽ ഉപയോഗം. സോളാറിൽ ഇപ്പോൾ അവിടെ ഉൽപ്പാദനം എത്ര നടക്കുന്നു, നമ്മുടെ ഉപഭോഗം എത്ര നടക്കുന്നു. ഇന്നിപ്പോ നമ്മൾ 25 അവിടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 20 യൂസേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 ബാലൻസ് ഉണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അടുത്ത നാളത്തെ ഉപഭോഗം വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ AC ഒക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി സെറ്റാണ്. ഇത് ശരിക്കും നമ്മുടെ ഒരു പള്ളിയിലൊരു എന്റെ മഹലിന്റെ കരയാമട്ട ജുമാ മസ്ജിദ്, അതിന്റെ ഒരു മിനിയേച്ചർ എന്നൊരു മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ടിൽ ഏകദേശം ഇതേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് ഓൾറെഡി മൾട്ടിവുഡ്, ബാക്കില് CNC കട്ട് ചെയ്തിട്ട് യെല്ലോ പോളികാർബൺ ഷീറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. താഴെ നമ്മുടെ സാധാരണ മസ്ജിദുകളിലൊക്കെ ഇടാറുള്ള കാർപ്പറ്റ് തുർക്കി മേഡ് കാർപ്പറ്റ് ആണുള്ളത്. നിസ്കരിക്കുന്നത് തന്നെ ഏകദേശം ഒരു 10 പേർക്ക് നിസ്കരിക്കുന്ന സ്പേസ് ഇതിലുണ്ട്. മേലെ പോകുമ്പോൾ ഒന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് ഇതിന്റെ ഹൈറ്റ് നമ്മൾ 7 അടി ഹൈറ്റിലാണ് നമ്മളിത് ഇട്ടിട്ടുള്ളത്. ഈ 7 അടി ഹൈറ്റും ഇതിന്റെ കാൻലിവർ ആയിട്ട് പുറത്തേക്ക് ഏകദേശം ഒരു 2 മീറ്ററോളം നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. അതിന് വേണം ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് അത് പുറച്ചാവും. നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളതാണ്, ബാലൻസ് ഉള്ള പണിയാണ്. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പുറച്ചിലേക്ക് വരും. ഇത് കാൻലിവർ ഇട്ട് 2 മീറ്റർ ഇട്ടിട്ടുണ്ട്. ഈ സ്പേസ് നമുക്ക് ഉപകാരപ്പെടുന്ന വെച്ചാൽ എനിക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരു റൂമിലേക്ക് കയറുമ്പോൾ സാധാരണ കണ്ടാൽ നിലയ്ക്ക് ഒരു 10 അടിയിലേക്ക് 11 അടിയിലേക്ക് കയറണം. ഇത് പക്ഷേ 7 അടിയിലേക്ക് കയറിയ ഒരു റൂമായി. പിന്നെ അവിടെ നിന്നാണ് അടുത്തേക്ക്. അപ്പോൾ ഇവിടെ ഈ പ്രയർ റൂമിന് ഹൈറ്റ് കുറച്ച് കൊടുത്ത് ഒരു കാൻഡിലിവർ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു ബെഡ്റൂമിന്റെ സ്പേസ്, ബെഡ്റൂമിൽ ഒരു ബാൽക്കണിക്കും കൂടിയുള്ള സ്പേസ് ഉണ്ട് അവിടെ. ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് കോണിയുടെ റൂമില് അതിന്റെ താഴെയുള്ള സ്പേസ് ആണ്, സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആണ്. അത് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും വേസ്റ്റ് ആവാതെ. ഇതൊരു കോമൺ ബാത്റൂമാണ്, ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്ന ചെറിയൊരു ബാത്റൂമാണ്. അപ്പോൾ കോണിമുറി കഴിഞ്ഞു. കോണിമുറിയിൽ നിന്ന് നമ്മൾ നേരെ പിന്നെ കിടക്കുന്നത് വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് ആദ്യം തന്നെ കിടക്കുമ്പോൾ നമ്മളിവിടെ ഇതൊരു ടി വി സ്പേസ് ആണ്. അതെ, ഓക്കെ. അപ്പോൾ ഇതൊരു ടി വി സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അലക്സ ടിവിന്റെ ഇതിന്റെ ഉള്ള സ്പേസ്. സ്ലാബ് ഫെറസിമെന്റ് അല്ലേ? ഒരു 10,000-20,000 രൂപ ചെലവാണ് അതേ സ്ഥലത്ത് ഒരു സിമ്പിൾ ആയിട്ട്
ഓ ഫെറസിമെന്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിന്റെ മേലെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കവറിങ് ഇത് അലൂമിനിയം ടോപ്പ് മാത്രം. അതെ. ഇത് ഗ്ലാസ് ഇട്ടു അല്ലേ? ഈ ബീഡിങ്ങോ? അത് മതി, അലുമിനിയം. അലൂമിനിയം തന്നെയാണ് ബീഡിങ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഫെറസിമെന്റിന്റെ ഔട്ടറിൽ അലൂമിനിയം ബീഡിങ് കൊടുത്തിട്ട് പാർട്ടീഷനും ഫെറസിമെന്റ് തന്നെ, എന്നിട്ട് നമ്മള് കവറിങ് മാത്രം അലൂമിനിയം കൊടുക്കും അല്ലേ? അതുകൊണ്ട് വലിയൊരു ലാഭം നമുക്ക് അതിലുണ്ട്. ഇതും അലൂമിനിയം തന്നെ. മൊത്തം പിന്നെ ഇതിലെന്ത് വാൾപേപ്പർ അല്ല? വാൾപേപ്പർ അല്ല, ഇത് സിമെന്റ് ടെക്സ്ചർ വർക്കാണ്. ഓക്കെ, സിമെന്റ് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്ത് ബഷീറിന്റെ കരവിരുതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ടൊരു മനോഹരമായ ഒരു വാൾ ക്ലോക്ക് അവിടെ നമ്മുടെ സൊസൈറ്റിയിലെ നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് ഗിഫ്റ്റ് ചെയ്തു. അത് ഈ ബാക്ക്ഗ്രൗണ്ടിനോട് ശരിക്കും മാച്ചായി നമുക്ക് തുറന്നപ്പോ ഫസ്റ്റ് എന്തായാലും നമ്മൾ കണ്ട സ്പേസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസന്റേഷൻ പഠിച്ച ഫസ്റ്റ് കണ്ട സ്പേസ് ആണ് ഇത്. നമ്മുടെ എന്താ പറയാ, ഈ കുറെ കാറുകളുണ്ടല്ലോ, എന്താ സംഭവം? ഇത് നമ്മുടെ ബെൻമോൻ ഒരു പോർഷെ, റോൾസ് റോയ്സ്, പിന്നെ മസ്താങ്, ഡിഫൻഡർ, ജീപ്പ് റൂബിക്കോൺ, പിന്നെ മറ്റേ ജി വാഗൺ, ബെൻസിന്റെ 2 വണ്ടിയാണ്. ഇത് 1 2 3, പിന്നെ FJ ക്രൂസർ, മസ്താങ് വേറെ. അപ്പൊ ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇത് സാധാരണ വുഡല്ല, നമ്മുടെ GIP കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേബിളാണ്. ഈ ടേബിൾ മാത്രമല്ല, നമ്മുടെ ഇപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും നമ്മുടെ കട്ടില്, കിങ് സൈസ് കട്ടിലുകൾ, പിന്നെ ഈ ഡൈനിങ് ടേബിൾ, ഇതൊക്കെ GIP ഉണ്ടാക്കിയിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഗ്ലാസിന് മേലെ ജസ്റ്റ് സ്റ്റിക്കറാണ്, സ്റ്റിക്കർ വർക്ക് ഗ്ലാസിന്റെ മേലെ ചെയ്തു. ഓക്കെ. താഴെ GI സപ്പോർട്ടും അല്ലേ? ഓക്കെ. ഇത് മാത്രമാണ് ഈ വീട്ടിലുള്ള വുഡ്. റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ചിട്ടുള്ള ഈ ഒരു സാധനം മാത്രമാണ് നമ്മുടെ വുഡ്. നമ്മുടെ ഒരു കസിൻ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, മാത്രമാണ് ഇത് വുഡായി പോയതല്ലേ? ഇതൊരു അപ്പൊ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് വേറൊരു കോർട്ട്യാർഡിലേക്കാണ് അല്ലേ? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഗ്രീൻ ചെയ്ത്, അത് ഓൾറെഡി നാച്ചുറൽ അല്ല, അത് ആർട്ടിഫിഷ്യൽ ഗ്രാസിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി അപ്പുറത്തുള്ള ഒരു മറയെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ മേലുള്ള ഇവിടെ നമുക്ക് ഇതിന്റെ മേലെ നമ്മൾ കുറച്ച് പ്ലാനിങ്ങുകളുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഇനി ഒരു അവസരത്തിൽ വരുമ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണോ? എവിടെ നിന്ന് വാങ്ങിയത്? ഇത് ഇങ്ങനത്തെ സാധനം ഇതിനൊരു ചരിത്രമുണ്ട്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ ഈ റിങ് ഉണ്ട്. ഇത് മുന്നേ ഞാൻ കുറെ മുന്നേ മേടിച്ചപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ മേടിച്ചു വെച്ചിരുന്ന സാധനം. പിന്നെ ഇതിലേക്കൊരു ടീപ്പോയി വേണമെന്ന് തോന്നിയപ്പോ ഇതായാലോ എന്ന് തോന്നി. അതിന് മേലെ വീണ്ടും ഇതില് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നപ്പോ ഇതപ്പോ റൗണ്ട് പ്ലേറ്റ് ഇട്ടു. ഇത് സംബന്ധിച്ചാലേ നമ്മുടെ ATM കൗണ്ടർ പൊളിച്ചത് പട്ടാളത്തേക്ക് ഇടുന്നില്ല. ഏത്? തൃശ്ശൂർ പട്ടാളോ? തൃശ്ശൂരല്ല, ഇവിടെ പട്ടാളം, നമ്മുടെ ഇടപെട്ടൊന്നും പട്ടാളുണ്ടോ? അതിൽ നിന്ന് മേടിച്ച് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വേറെ പൈപ്പിന്റെ പണി വന്നതിന്റെ ഒരു കാല് ബാലൻസ് ഉണ്ടായത് കാലാക്കി. കാലിൽ നിർത്താനുള്ള ബേസ് വേണമല്ലോ. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ വെൽഡർ ചോദിച്ചപ്പോ ഞാനിപ്പോ വരാന്ന് പറഞ്ഞു പോയിട്ട് പട്ടാളത്തിൽ പോയപ്പോ അവിടെ ഒരു ഫാനിന്റെ മൂടി കിടക്കണ്ടായിരുന്നു. അതാണ് ഇത്. നല്ല വെയിറ്റുള്ള പഴയ ഫാനിന്റെ അത് വെച്ച പൊറ്റക്കാലില് നമ്മുടെ ഒരു മനോഹരമായിട്ട് കസേര ചെയ്യല്ല. പിന്നെ ഇത് വേറൊരു ചെയറാണ് ഞാൻ ഇട്ടിരുന്നത്. ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. തൽക്കാലം ചാർജിങ് ആണ്, USB ചാർജിങ് ആണ്. ചെറിയ ചെറിയ സംഗതികളുള്ളൂ, പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇപ്പൊ ഇതന്നെ നോക്കിയേ. ഇനിയിപ്പോ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഓൾറെഡി നേരത്തെ അവിടെ ഉള്ളത് പോലെ ഇത് കവറാവും. കാരണം വെച്ചാല് ഇത് മണിമുല്ല എന്നൊരു സാധനമാണ്. പിന്നെ കാറ്റ്സ് ഗ്ലോ ഉണ്ട്, വരാനുണ്ട്, നല്ല മഞ്ഞപ്പൂക്കളുള്ള. ഇനിയിപ്പോ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഉള്ളിൽ വരുമ്പോൾ ചിലപ്പോ അത് വേറൊരു ലുക്ക് ആയിരിക്കും. ഇതാണ് നമ്മുടെ നേരത്തെ സൈക്കിളിന്റെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഇപ്പൊ 4-ലാണ്. നമ്മുടെ സ്കൂളിൽ ഏകദേശം ചേർത്തിനേക്കാളും മുമ്പ് തന്നെ 30 നോമ്പ് പൂർത്തിയായി. ഒരു വർഷത്തിൽ 30 നോമ്പും കണ്ടിന്യൂസ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നോമ്പ് തന്നെ അന്ന് മേടിച്ചു കൊടുത്ത സൈക്കിൾ. അതൊരു മെമ്മറിക്ക് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇടയ്ക്കൊന്ന് പെയിന്റ് അടിക്കേണ്ടി വരുന്നുള്ളൂ. ഇതെന്താ മെറ്റീരിയൽസ് യൂസ് ചെയ്തേക്കണേ? ഇത് മറ്റേ നാനോ വൈറ്റ്. താഴെ തന്നെ അലുമിനിയം ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ മെറ്റീരിയൽ. അവിടെ ടെക്സ്ചർ വർക്ക് പ്രയർ റൂമിൽ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു. ഈ ഷീറ്റൊക്കെ ബാലൻസ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ. കോസ്റ്റ് കുറവാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് സെപ്പറേറ്റ് നമ്മളൊരു കട്ടൺ ഇങ്ങനെ വെച്ചിട്ടാണ്. ഇതിപ്പോ കളർ മാച്ച് ചെയ്തിട്ട് ചെയ്തല്ലേ? നമുക്കൊരു പ്രൈവസി ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് അപരിചിതരായിട്ടുള്ള ആരെങ്കിലും വന്ന സ്ത്രീകൾക്ക് ഒരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ
ഫുള്ള് പിന്നെ ഇത് നമ്മുടെ ഇതിനൊപ്പം നേരത്തെ നമ്മള് തന്നെയാണത് ഇത് പ്ലാനിങ് ഉണ്ടായിരുന്നു ലൈറ്റ് ഒക്കെ ഇവിടെ വേണം എന്നുള്ളത്. കണക്ഷൻ ലൈറ്റ് വെച്ചിട്ടാണ് ലൈറ്റിംഗ് സെറ്റ് ചെയ്തത്. അത് നല്ല രസമുണ്ട് കേട്ടോ, ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ട്. ഇത് എവിടെ നിന്ന് ലൈറ്റ്സ് ഒക്കെ എടുത്തത്? ലൈറ്റ്സ് ഇതില് ഭൂരിഭാഗം ലൈറ്റ്സ് നമ്മുടെ അടുത്തുള്ള കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വെക്കുന്ന തമ്മിൽ നമുക്ക് റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട്. കോയമ്പത്തൂർ ലൈറ്റുകൾ മാത്രമല്ല, നമ്മുടെ ബാത്റൂം ഫിറ്റിംഗ്സ്, ക്ലോസറ്റ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മള് കോയമ്പത്തൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ അവർ പറഞ്ഞ കാർഗോ വഴി പിറ്റേ ദിവസം നമ്മൾ ഇന്ന് പോയി പർച്ചേസ് ചെയ്താൽ നാളെ മറ്റന്നാളെ സാധനം വീട്ടിലൊക്കെ നല്ല റേറ്റിന്റെ വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. ഈ ലൈറ്റിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന റേറ്റിന്റെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 30% 40% ലാഭം പലതിലും ഉണ്ടായിട്ടുണ്ട്. ഈ ഹാങ്ങിങ് ലൈറ്റ് മറ്റുള്ളതൊക്കെ. കോയമ്പത്തൂർ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഒരു കേന്ദ്രം. പിന്നെ നമ്മൾ ഇപ്പോൾ ഡൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് കിച്ചൻ്റെ, പിന്നെ ഇത് നമ്മൾ വാഷ് ഏരിയ അല്ലേ? ഇത് സാധാരണ ബ്രിക്ക് വെച്ച് കെട്ടിയിട്ട് ഓക്കെ കെട്ടിയിട്ടുള്ളതാണ്. ഇവിടെ കുറച്ച് ഇതിനുള്ളില് മറ്റേ ഇത് നേരത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ അതേ മെറ്റീരിയൽ പല ബാലൻസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഈ സെപ്പറേഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തത്. ഇവിടെയും അതേ ടെക്സ്ചർ വർക്ക് യൂസ് ചെയ്തു. പിന്നെ ഇത് ക്ലാഡിംഗ് ടൈല്. ഓക്കെ, ഇതിന്റെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ്. ഇത് ആർട്ടിഫിഷ്യൽ അല്ലേ? ഇത് ആർട്ടിഫിഷ്യലാണ്. ആർട്ടിഫിഷ്യലായിട്ട് സാധനം ഇതിന്റെ അടിയിൽ കുറച്ച് ഒരു ഇതിന്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് ഇങ്ങനെ വെക്കുന്ന സാധനമല്ല, ഇത് വേറൊരു സ്പേസിലേക്കുള്ളതാണ്. നമ്മളത് ഇവിടേക്ക് ആക്കി. ഈ വാഷ് ബേസിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഈ ബേസിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ബാത്റൂമിലത്തെ ബേസിനുകൾ, ക്ലോസറ്റുകൾ, കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് നല്ലൊരു റേറ്റ് വ്യത്യാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിലും ടെക്സ്ചർ വർക്ക്, മറ്റേ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് അതന്നെ അതെ ടെക്സ്ചർ വർക്കാണ്. ബേസിനായാലും നമ്മളൊരു ഡബിൾ ഷെയ്ഡ് സാധനമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹാൻഡിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ട്. അതെ. അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രിഡ്ജിനുള്ളൊരു സ്പേസ് ഇവിടെ നേരത്തെ ഒഴിച്ചിട്ടുള്ള സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് മറ്റേ എന്താണ് എന്ത് യൂണിറ്റ് ആണ്? സ്റ്റോറേജ് സ്പേസ് ആയിട്ട് സ്റ്റോറില്ല. ഇങ്ങനൊരു ഇതും മറ്റേ ഫെറോ സിമെന്റ് തന്നെ മൊത്തം കിച്ചന്റെ മൊത്തം സ്ലാബുകളും ബോട്ടത്തിലുള്ളതും ടോപ്പിലുള്ളതൊക്കെ നമ്മൾ ഫെറോ സിമെന്റ് ചെയ്തേക്കാം. അതുകൊണ്ട് നമുക്ക് കവറിങ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. കവറിങ് കംപ്ലീറ്റ് അലൂമിനിയത്തിലാണ് ചെയ്തത്. ഇത് ടൈലും ഒരേ ടൈപ്പ് ടൈല് തന്നെ. അതെ, ഫുൾ വൈറ്റ് ടൈല്. ഇത് നാനോ. ഇത് ഷോ കിച്ചൺ ആണോ അതോ കുക്കിംഗ് നടക്കണ്ടോ? എങ്ങനെ ഇവിടെ കുക്ക് ചെയ്യാറുണ്ടോ അതോ ഷോ കിച്ചൺ പോലെയാണോ? ഷോ കിച്ചൺ ആണ്. കാരണം ഇവിടെ ഞാൻ നോക്കുമ്പോൾ പറ്റിയതൊന്നുമില്ല, നമ്മുടെ അടുപ്പ് കാര്യങ്ങളൊന്നും. ഇവിടെ എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത്? ഇത് നമ്മൾ സാധാരണ നമ്മൾ വാട്ടറിന്റെ പ്യൂരിഫയർ വെക്കാറ് പുറത്ത് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ട് വെക്കാറുണ്ട്. ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഓൾറെഡി ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. മറിഞ്ഞു പോയിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ ഒരു പൈപ്പിലേക്ക് വരുന്ന വിധത്തിൽ ഇതിന്റെ വേസ്റ്റും ഓൾറെഡി പുറത്തേക്ക് കൺസീൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് ഈ വരുന്ന വെള്ളം ഇതിൽ നിന്ന് വരുന്ന വാട്ടറാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ഇതൊക്കെ വെക്കുന്നതും അതിന്റെ ഒരു സ്പേസ്, നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ നേരെ നേരെ ഈ ടാപ്പിൽ വരും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ളതിന്റെ അതിന്റെ വൃത്തികേടുകൾ പോകും. പിന്നെ വേസ്റ്റിന്റെ ഉള്ള വാട്ടറുകളൊക്കെ അപ്പുറത്തേക്ക് കൺസീൽ ചെയ്തിട്ട് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഭയങ്കര പ്ലാനിങ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് അലൂമിനിയത്തിലാണ് ചെയ്തത് അല്ലേ? അലൂമിനിയത്തിലാണ്. അപ്പോൾ അതാണ് കോസ്റ്റ് കട്ടിങ് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം ഒരു കിച്ചണിന്റെ ഇന്റീരിയർ ചെയ്ത, പക്ഷെ നമുക്കില്ലേ ഇതിന്റെ ലുക്ക് വൈസേ ഒരിക്കലും ഇങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയുന്നില്ല. അതാണ് ഞാനിത് വല്ല അക്രലിക്കിലൊക്കെ തകർത്ത് വെച്ചേക്കായിരിക്കും എന്ന് വിചാരിച്ചത്. കാരണം ഡൈനിങ് ഹാളിൽ നിന്ന് അലൂമിനിയത്തിൽ തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇഷ്ടം പോലെ സ്റ്റോറേജും കൊടുത്തുകൊണ്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സെക്കൻഡ് കിച്ചൺ ആണല്ലോ അല്ലേ? എല്ലാ സാധനങ്ങളും കൺസീൽഡ് ആണല്ലോ. ഇത് ഞങ്ങൾ വരുന്നോണ്ട് മാറ്റി വെച്ചാണ്. ഗ്യാസ് പുറത്ത് വെച്ചിട്ട് മറ്റേ കോപ്പർ വയർ ഇട്ടിട്ട് അല്ലേ, കോപ്പറിന്റെ ഹോസ് വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോ ഒരു ഇതപ്പോ നമ്മള് വിറകിന്റെ ഇതും പ്ലാൻ ചെയ്തു. നമ്മുടെ ചിമ്മിനി കിച്ചൺ, അതിന്റെ ഇടയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് കിടക്കുമ്പോൾ വീണ്ടും ഒരു വർക്ക് ഏരിയ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ തന്നെ കിച്ചണിൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കളിക്കാനുള്ള അല്ലേ, ഒരു ഷോ കിച്ചൺ, പിന്നെ സെക്കൻഡ് കിച്ചൺ. അത് കഴിഞ്ഞ് ഇവിടെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ. പിന്നെ വർക്ക് ഏരിയ അത് ഔട്ട് സൈഡിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ ഈ വീടിൻ്റെ തന്നെ ഇനി ബെഡ്റൂമും അപ്സ്റ്റെയറിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ വീടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ വീട് പുറമേ നിന്ന് നോക്കുമ്പോഴും അകമേ കാണുമ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കോസ്റ്റ് ഏകദേശം അത് നമ്മളായിട്ട് പറയുന്നതല്ല, ഈ വീട് കാണാൻ വന്ന ഒരുപാട് പേര് ഇതിൻ്റെ ഓണറോട് ചോദിച്ചാണ് 1 കോടിയെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, പല വീടിൻ്റെയും ആളുകൾ കോസ്റ്റ് പറയാറില്ല. അപ്പം അദ്ദേഹം വളരെ ഓപ്പണായിട്ട് എത്രയാണ് ചിലവായെന്നുള്ളത് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നി. 2300 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് ഈ ഒരു എമൗണ്ടിൽ തീർന്നു എന്ന്. അതും എല്ലാം അടക്കമാണ്, ഇൻക്ലൂഡിങ് ഇൻവെർട്ടർ. 50,000 വരുന്ന ഇൻവെർട്ടർ അടക്കം തീർന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എത്രയാണെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വണക്കം.